നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വാക്ക് കഷായം എന്നതാണ്. ഗ്രീഷ്മ എന്ന പ്രതിയെ കഷായം ചേർത്ത് വിളിച്ചുകൊണ്ട് കഷായം ഗ്രീഷ്മ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ന് പറയുന്നു. പ്രതിയാണെന്ന് സ്വയമേ സമ്മതിച്ചത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്തരത്തിൽ തന്നെ കളിയാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വഞ്ചനയുടെ കൊലച്ചതിയുടെ ലായനിയായി മാറിയിരിക്കുകയാണ് ഗ്രീഷ്മ നൽകിയ കഷായം. ഭാര്യയോ കാമുകിയോ വച്ചുണ്ടാക്കി നീക്കുന്ന പലതിലും നോക്കിക്കൊണ്ട് വല്ലതും കലക്കി ചേർത്തിട്ടുണ്ടോടി എന്ന് ചോദിക്കുന്ന പല ഭർത്താക്കന്മാരും ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഗ്രീഷ്മയുടെ പേര് തന്നെയാണ്. ഇപ്പോൾ ഒരു നർമ്മത്തിലേക്ക് കലർത്തി പ്രേരിപ്പിക്കുന്നത് പുരുഷനെ സംഭവഗതികളാണ്. കൊന്ന മനസ്സിന്റെ ക്രൂരതയും കൊല ചെയ്യപ്പെട്ട ജീവന്റെ നിസ്സഹായതയും കണക്കിലെടുക്കാനായില്ല എന്ന് പറയാം. കൊലയും പിടിച്ചുപറിയും അതിക്രമവും കയ്യേറ്റങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ തെറ്റുകളും ലിംഗഭേദമന്യേ ശിക്ഷ അർഹിക്കുന്നുവെന്നും നിയുക്തമായ സമൂഹമാണ് പുരോഗമനത്തിന്റെ അടിത്തറയെന്നുമുള്ള ബോധ്യത്തിന്റെ പുറത്താണ് ഈ കുറിപ്പ്. പ്രതിസ്ഥാനത്ത് സ്ത്രീ എത്തുമ്പോൾ മാത്രം ഉയരുന്ന ഒരു ധാർമ്മികതയും നീതിബോധത്തെയും പറ്റി ചിലത് ഇന്ന് എല്ലാവരും കുറിപ്പായി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കുറിപ്പുകൾ ഇപ്പോൾ നന്നായി തന്നെ വരുന്നുണ്ട്. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന പാഠം സമൂഹം മനസ്സിലാക്കേണ്ടത് പ്രതിസ്ഥാനത്ത് സ്ത്രീ എത്തുമ്പോൾ മാത്രമല്ല എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ മരിച്ചത് ഷാറൂൺ ആണ്, ഷാറൂൺ ഒരു ആണാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം അനുഭവിച്ചത് മാത്രമാണ് ചതി എന്ന് പറയാൻ സാധിക്കില്ല. അടിച്ചും ചവിട്ടിയും കുത്തിയും വെട്ടിയും വണ്ടി ഇടിപ്പിച്ചും പട്ടിണിക്കിട്ടും ആസിഡ് ഒഴിച്ചും മനോനില തകർത്തിയും ചൂഷണത്തിന് ഇരയാക്കിയും സദാചാര സമൂഹത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്തും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും ഇവിടെ പുരുഷന്മാർ സ്ത്രീകളെ കൊല്ലുന്നുണ്ട്. കൊന്നും പീഡിപ്പിക്കപ്പെട്ടും ശിക്ഷിക്കപ്പെട്ടും എന്നതിനപ്പുറം എന്തുകൊണ്ടാണ് ആ കേസുകളിലൊന്നും സമൂഹം പ്രതികൾക്കായി വിചാരണ കുടുക്കുകൾ പണിയാത്തത്? വിഷം കൊടുത്ത് പുരുഷനെ കൊന്ന് സ്ത്രീയെ കൊടുത്ത വിഷത്തിൽ പേരിട്ട് വിളിക്കുന്ന സമൂഹം പുരുഷനക്കാര്യത്തിൽ എന്തിനാണ് ഇളവ് നൽകുന്നത്? ഒരു കൊലക്കേസിലെ പ്രതിക്ക് നിങ്ങൾ എന്ത് പേര് നൽകും? ഇതുപോലെ ട്രോളാനും കളിയാക്കാനുമുള്ള പേരുകൾ നൽകുമോ? സ്ത്രീയുടെ ജീവനെടുക്കാൻ സ്വന്തം അവയവം ഉൾപ്പെടെ പലവിധ ആയുധങ്ങൾ പുറത്തെടുത്ത പുരുഷന്മാരെ കുറ്റകൃത്യ പട്ടികയിലെക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ കളിയാക്കും? സമൂഹം എന്തുകൊണ്ട് അത് ചേർത്ത് വട്ടപ്പേരിട്ട് വിളിക്കുന്നില്ല? കേട്ട ആരും കൈയടിക്കുന്നുമില്ല. അവിടെ ഒരു സ്ത്രീ ആകുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം അല്ലേ? ഇതാണ് പലരും കുറിപ്പിലൂടെ ചോദിക്കുന്നത്. എന്നാൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. സ്ത്രീകൾ ഇത്തരത്തിൽ തന്നെ അതിക്രമത്തിന് ഇരയാകുമ്പോഴും ഇതുവരെ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു പുരുഷൻ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയായത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ അവിടെ സ്ത്രീ അവിടെ പ്രതിയായതല്ല, മറിച്ച് ഒരു പുരുഷൻ വഞ്ചിക്കപ്പെട്ടതും പുരുഷനെ അതിക്രൂരമായ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തിയതും തന്നെയാണ് കുറ്റം. അതൊരു സ്ത്രീ ചെയ്തത് എന്നതല്ല, കുറ്റവാളി എന്നത് മാത്രമാണ് ഞങ്ങൾ കണ്ണിലൂടെ കാണുന്നതെന്ന് ഷാറൂണിന്റെ മരണത്തെക്കുറിച്ച് അസ്വസ്ഥരായവരെല്ലാവരും തന്നെ പറയുന്നു. വഞ്ചനയാകട്ടെ, കുറ്റമാകട്ടെ, കൊലപാതകമാകട്ടെ, അങ്ങനെ ആര് ചെയ്താലും അതിന്റെ വീര്യം ഒന്ന് തന്നെയാണ്. പെണ്ണെന്നോ ആണെന്നോ അതിൽ വേർതിരിവില്ല. പ്രതിസ്ഥാനത്ത് പെണ്ണായതുകൊണ്ട് മാത്രം കുറ്റത്തിന് രൂക്ഷത ഏറുന്നുമില്ല. പ്രതി പുരുഷനായതുകൊണ്ട് മാത്രം കുറ്റത്തിന് രൂക്ഷത കുറയുന്നുമില്ല. പെണ്ണ് ചെയ്ത കുറ്റത്തിന് പ്രതലത്തിൽ പൊളിഞ്ഞു വീഴുന്ന ചീട്ടുകൊട്ടാരങ്ങളാണ് സ്നേഹം, വിശുദ്ധി, വിശ്വസ്തത തുടങ്ങിയുള്ളത്. മനുഷ്യ സത്തിന്റെ ലാവണ്യ ബിംബങ്ങളെല്ലാമാണ് ആൺചിന്തകൾക്ക് അപകടകരമായെന്നത് ആരും പറയുന്നില്ല. ഭാര്യയായ സ്ത്രീയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച പല കേസുകൾ, കാമുകിയായ സ്ത്രീയെ ആസിഡ് ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ച പല കേസുകൾ, കാമുകിയും ഭാര്യയുമായിരുന്നവരെ വെട്ടിക്കൊലപ്പെടുത്താനും മറ്റു രീതിയിൽ ഉപദ്രവിക്കാനും ശ്രമിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് പരാജയപ്പെട്ട ആൺവിശ്വാസങ്ങളുണ്ട്. അതൊക്കെ എവിടെയാണ്? ആരാണ് പറയുക? നീതി വ്യവസ്ഥ തെല്ലും ഭയക്കാതെ വീണ്ടും അതേ കുറ്റം ആവർത്തിച്ച് അതിൽ വിജയിച്ച് കൊടും ക്രിമിനലുകൾ മലയാളികൾക്ക് പരിചയമുണ്ട്. ആ കുറ്റകൃത്യം പകർന്ന പാഠം എന്താണെന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അതാ പെണ്ണായതുകൊണ്ടാണ് ആണായതുകൊണ്ടാണ് എന്നൊരു വ്യത്യാസമില്ല. പെണ്ണിനും ആണിനും ചതിക്കാം. കൂടുതലും ആരാണ് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതെപ്പോഴും ആണിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് പറയണം. പ്രണയിച്ച പുരുഷനാൽ ചുട്ടുകൊല്ലപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട്. പ്രണയിച്ച പുരുഷനാൽ തന്നെ ചോരയിൽ കുളിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. പുരുഷൻ പ്രതിയായ കേസുകളിൽ പ്രണയത്തിലും വിശ്വാസം ചെയ്തതിലൂടെയും സമൂഹത്തിന് നഷ്ടമായി ആരെങ്കിലും നിരീക്ഷിക്കാറുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി കൊല്ലുന്നവരുടെ നാട് കൂടിയാണിത്. സ്ത്രീകളും അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്.
എന്നാൽ അക്കൂട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു പൊടിക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ആ പൊതുബോധം ഒരു പാഠമാണ്. ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന കുറ്റത്തിന് ഇത്രയും ഹൈലൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്നും കഷായം ഗ്രീഷ്മ എന്ന ഗ്രീഷ്മയെ കളിയാക്കുന്നത് പുരുഷന്മാരിൽ കാണാറില്ലെന്നുമുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഈ കുറിപ്പിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കഷായം ഗ്രീഷ്മ പോലെ തന്നെ സ്ഥലപ്പേരുകൾ വെച്ചും വെട്ടിക്കൊലപ്പെടുത്തിയ ആളുകളുടെ പേര് വെച്ചും വെട്ടിക്കൊലപ്പെടുത്തിയ സ്ഥലങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പേരുകൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. നീ ഉൾപ്പെടെയുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കൊണ്ട് നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് വെറുക്കും എന്ന വടക്കൻ വീരഗാഥയിലെ ചന്തുവിന്റെ ഉദ്ഘോഷണത്തിന് കൈയടിക്കുന്ന സമൂഹത്തിനൊക്കെ തന്നെയാണ് ഇന്നും മാറ്റമൊന്നും ഇല്ലാത്തതെന്ന് പറയുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും വൈറലാകുന്നുണ്ട്.